അവർ യൂട്യൂബ് ചാനൽ റിസപ്റ്റർ ടൈൽസ്. ഇന്ന് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ്റെ ഒരു മെക്കാനിസം. അത് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കരിയർ മീഡിയേറ്റഡ് പ്രോസസ്സാണ്. ഇത് പറയുമ്പോൾ ബയോളജിക്കൽ മെംബ്രെയിനിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന് എഗെയിൻസ്റ്റ് ആയിട്ട് എനർജി യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താ പറയുക, ഒരു സബ്സ്റ്റൻസ് ബയോളജിക്കൽ മെംബ്രെയിൻ്റെ അക്രോസ് ചെയ്തിട്ട് എനർജി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണിത്. എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ഇത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് ലോ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എഗെയിൻസ്റ്റ്, അതുകൊണ്ട് നമുക്കിതിന് എനർജി ആവശ്യമാണ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുക, ഇതിൽ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എനർജി ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാട്ടർ ഉണ്ട്, വാട്ടർ എന്ത് ചെയ്യുക, ഒരു അപ്പിൽ നിന്ന് ഡൗണിക്കുക. അതായത് ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിന് പറയുമ്പോൾ മേലിൽ നിന്ന് താഴേക്കാണ് അത് പതിക്കുക. അപ്പോൾ അത് നോർമലി അങ്ങനെ. അപ്പോൾ നമുക്ക് അതിലൂടെ അങ്ങനെ ഒഴുകി പോകാനും കുഴപ്പമില്ല. ഒരാൾ ജസ്റ്റ് ഇങ്ങനെ ഇതായി പോകണേ വലിയ പ്രശ്നമില്ല, ഒരു ചെറിയൊരു വാട്ടർഫോൾ ആകുമ്പോൾ. ബട്ട് നമുക്കൊരു വാട്ടർഫാളിൻ്റെ അപ്പിലോട്ട് കയറണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് നമുക്ക് ഭയങ്കര എനർജി ആവശ്യമുണ്ട്. ജസ്റ്റ് ഞാനൊരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെ ഈ എനർജി, നമുക്ക് ആവശ്യമുള്ള എനർജി എങ്ങനെ കിട്ടുന്നതെന്ന്. ATP ആണ് മെയിൻലി നമ്മുടെ എനർജി ഫോം എന്ന് പറയുന്നത്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും എനർജി ആയിട്ട് മാറും. ആ എനർജിയാണ് ഈ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാരിയർ പ്രോട്ടീൻസ്. ഈ കാരിയർ പ്രോട്ടീൻസാണ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിന്? ബയോളജിക്കൽ മെംബ്രെയിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് കാരിയർ പ്രോട്ടീൻസ്. ഇത് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ സ്പെസിഫിക് മോളിക്യൂൾസ്. ഈ കാരിയർ പ്രോട്ടീൻസ് പറഞ്ഞാൽ അങ്ങനെ എല്ലാ മോളിക്യൂൾസായിട്ട് പോയി ബൈൻഡ് ചെയ്യൊന്നുമില്ല. അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്യൂൾസിന് മാത്രമേ ബൈൻഡ് ചെയ്യൂ. അതുകൊണ്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഹെൽപ്പ് ചെയ്യും. സബ്സ്റ്റൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇത് ഒരു സബ്സ്റ്റൻസിനെ മെംബ്രെയിന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കാരിയർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ ഇതിന് എന്താണ്, എനർജി ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, കാരിയർ മീഡിയേറ്റഡ് ആണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെലക്റ്റീവ് മെക്കാനിസം, എല്ലാ ഇതിനെയും കാരിയർ പ്രോട്ടീൻസ് ക്യാരി ചെയ്യുന്നത് സെലക്റ്റീവ് മെക്കാനിസമാണ്. അപ്പോൾ ഈ കാരിയർ പ്രോട്ടീൻസിനൊരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് ഫുള്ളി ഫില്ലായി കഴിഞ്ഞാൽ ആ സമയം അത് സാച്ചുറേറ്റഡ് ആയി. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുമല്ലോ, സാച്ചുറബിൾ പ്രോസസ്സാണ് ഇത്. നമുക്ക് എന്ത് ചെയ്യാം, മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ് വഴി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെലക്ടിവിറ്റിയാണ്. സെലക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓൺലി സ്പെസിഫിക് മോളിക്യൂൾസ് ക്യാൻ ബൈൻഡ് ടു എ പെർട്ടിക്കുലർ കാരിയർ പ്രോട്ടീൻ. ഒരു സ്പെസിഫിക് മോളിക്യൂൾസിന് മാത്രമാണ് കാരിയർ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിയുക. എക്സാമ്പിൾ അമിനോ ആസിഡ്സ്. ഇപ്പോൾ അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ്, അയൺ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുന്ന കാരിയർ പ്രോട്ടീനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അയൺസ് കൊണ്ടുപോയിട്ട് ബൈൻഡ് ചെയ്യില്ല. ഒക്കെ സെലക്റ്റീവ് ആയിട്ടുള്ളൂ ഇവിടെ ബൈൻഡ് ചെയ്യുക. യുണീക്ക് ഫീച്ചേഴ്സ് ആയിരിക്കും ഓരോ കാരിയർ പ്രോട്ടീൻസിനും ഉണ്ടാവുക. അവിടെ ഇത് സെലക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സാച്ചുറേഷൻ. ഇപ്പോൾ എല്ലാ കാരിയർ പ്രോട്ടീൻസും ഫുള്ളായി, ഓക്യുപ്പൈഡായി, ട്രാൻസ്പോർട്ടേഷൻ മാക്സിമത്തിലെത്തി. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വീണ്ടും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഡ്രഗ് ആഡ് ചെയ്തുവെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യൂല, ട്രാൻസ്പോർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കില്ല. ഡ്രഗ് കോൺസെൻട്രേഷൻ വെച്ച് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് അവിടെ കൂട്ടില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാം ടൈപ്സ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് 2 ടൈപ്പും ഉണ്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്, സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡയറക്റ്റ്ലി എനർജി യൂസ് ചെയ്തിട്ടാണ്, ഡയറക്റ്റ് എനർജി ഒപ്റ്റെയിൻ ചെയ്തിട്ടാണ് അതാക്കുക, ഹൈഡ്രോളിസിസ് ഓഫ് ATP വഴി. സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി ആയിട്ട് എനർജി യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്
ATP എന്നാണ് ഇതിന് എനർജി കിട്ടുന്നത്. ഹൈഡ്രോളൈസ് ഓഫ് ATP നടന്നിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് സോഡിയം പൊട്ടാഷ്യം പമ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുക സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുമ്പോൾ സോഡിയം ഔട്ട് ഓഫ് ദ സെല്ലിലേക്ക് ഇത് പമ്പ് ചെയ്യും, പൊട്ടാസ്യം ഇൻറ്റു ദ സെല്ലിലേക്കും പമ്പ് ചെയ്യും. അങ്ങനെ എന്താണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യും. ഈ പ്രോസസ്സ് നടക്കുന്നത് എന്ത് വഴിയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ നോക്കുക സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇതിൽ എനർജി ഇൻഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഇതിൽ പ്രൈമറി ട്രാൻസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അയൺ ഗ്രേഡിയൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ഒരു പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടന്ന് ATP ഹൈഡ്രോളൈസ് നടന്നിട്ട് ഒരു പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ നടന്ന് അത് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും? അവിടെ ഒരു അയൺ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ആ അയൺ ഗ്രേഡിയൻറ്റിൽ ഉണ്ടാകുന്ന ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സോ അത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തുണ്ട്? ATPനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് നോക്കാം നമുക്ക്. 2 സബ്സ്റ്റൻസ് സിംപോർട്ടും ആൻറ്റിപോർട്സും ആണുള്ളത്. ഒന്ന് സിംപോർട്ട് എന്ന് പറഞ്ഞാൽ 2 സബ്സ്റ്റൻസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷനിലാണ് സിംപോർട്ടിൽ സബ്സ്റ്റൻസ് മൂവ് ചെയ്യുക. ഈ ഫിഗറിൽ കാണുന്ന പോലെ. നെക്സ്റ്റ് പറയുന്നത് ഈ ഫിഗറിൽ കാണുന്ന പോലെ. ഇപ്പോൾ സിംപോർട്ടിൽ നോക്കൂ, സെയിം ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആൻറ്റിപോർട്ട്. ആൻറ്റിപോർട്ട് എന്ന് പറയുമ്പോൾ 2 സബ്സ്റ്റൻസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇതുപോലെ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ പറയാന്നുണ്ടെങ്കിൽ സെക്കൻഡറി ട്രാൻസ്പോർട്ട്. ഇപ്പോൾ സിംപോർട്ട് നമ്മൾ പറഞ്ഞു. സിംപോർട്ടിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു സബ്സ്റ്റൻസ് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി അയൺ ഗ്രേഡിയൻ്റ് ഉണ്ടാക്കും. അത് ഡൗൺ ഹിൽ മൂവ്മെൻ്റ് ആക്കാം. ഡൗൺ ഹിൽ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ എടുക്കും. പ്രൈമറി ഇതുണ്ടായി എന്നിട്ട് അതിൻ്റെ കൂടെ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് നടക്കും. ആ സമയത്ത് ഒരു അപ്പ് ഹിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ എനർജി വെച്ചിട്ട് പൊട്ടൻഷ്യൽ ചേഞ്ച് വെച്ചിട്ട് ഒരു അപ്പ് ഹിൽ, അതാണ് എന്ത് സിംപോർട്ട്. സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ആൻറ്റിപോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ ഒന്ന് പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി നടന്നിട്ട് അപ്പോൾ അതുണ്ടാകുന്ന ഒരു അയൺ ഗ്രേഡിയൻറ്റിൻ്റെ ഇതിൽ വേറൊരു സബ്സ്റ്റൻസ് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യും? ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ നടക്കും. അതാണ് ആൻറ്റിപോർട്ട്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ലിവോഡോപ്പൻ്റെ അബ്സോർപ്ഷൻ, അയൺ അബ്സോർപ്ഷൻ, അമിനോ ആസിഡ് ട്രാൻസ്പോർട്ട്, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്, ആഡിഡ് അപ്ടേക്ക് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്സ്. ഇതെല്ലാം ഏത് പ്രോസസ്സായി നടക്കുന്നത്? സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ അബ്സോർപ്ഷൻ അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിൻ്റെ എഫിഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ഇതുവഴി നടക്കുന്നുണ്ട്. സെല്ലുലാർ ഫങ്ഷന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് അറിയുമ്പോൾ ഇതിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ് ഈ പ്രോസസ്സിന്. ഇപ്പം നമുക്കറിയാം പാസീവ് ഡിവിഷനിൽ നിന്ന് എനർജി ആവശ്യമില്ല. സാച്ചുറേഷൻ സംഭവിച്ചേക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഇതിൽ പോസിബിളാണ്. ഓക്കെ, ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ഡിഫ്യൂഷൻ നമ്മുടെ ഡിഫറൻസ് നോക്കാം. ഫീച്ചേഴ്സ്. എനർജി റിക്വയർഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അത് നമുക്ക് എനർജി ആവശ്യമുണ്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എനർജി വേണ്ട. ഡിഫ്യൂഷൻ. കാരിയർ റിക്വയർഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കാരിയർ പ്രോട്ടീൻസ് വേണം, പാസീവിൽ ആവശ്യമില്ല. ഡയറക്ഷൻ. ലോ കോൺസെൻട്രേഷൻ ടു ഹയർ അതായത് കോൺസെൻട്രേഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. പാസീവിലാണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ. സെലക്റ്റീവ് ആണോ? ആക്റ്റീവ് സെലക്റ്റീവ്, കാരണം കാരിയർ പ്രോട്ടീൻ സെലക്റ്റീവായിട്ട് മാത്രമേ ഇതാവുള്ളൂ. പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നതിൽ സെലക്റ്റീവ് അല്ല. സാച്ചുറബിൾ ആണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സാച്ചുറബിൾ ആണ്. പാസീവ് ഡിഫ്യൂഷൻസ് കാരണം അത് ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷൻ ആവുന്നവരെ സെയിം കോൺസെൻട്രേഷൻ ആവുന്നവരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡ്രഗ് അബ്സോർപ്ഷനിൽ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞു. റീനൽ എക്സ്ക്രീഷൻ നടക്കുന്ന സമയത്ത്, ന്യൂട്രിയൻ്റ് അപ്ടേക്ക്, ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഇതിൻ്റെയൊക്കെ സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു എനർജി ഡിപ്പെൻഡൻറ്റ് കാരിയർ മീഡിയേറ്റഡ് മെക്കാനിസമാണ് ദാറ്റ് ഹെൽപ്സ്
സബ്സ്റ്റൻസസ് മൂവ് അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അക്രോസ് ദ ബയോളജിക്കൽ മെംബ്രെയിൻസ്. അതായത് ഒരു എനർജി ഡിപ്പെൻഡ് ആയിട്ടുള്ള കാരിയർ മീഡിയേറ്റഡ് മെക്കാനിസമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അത് എന്തിനാ ഹെൽപ്പ് ചെയ്യും? ഒരു സബ്സ്റ്റൻസിനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബയോളജിക്കൽ മെമ്പറിൻ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്ന